ആമോസ് 8-ാം അധ്യായം. ഇസ്രായേലിന്റെ നാശം. ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. ഇതാ, ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു കുട്ട ഗ്രീഷ്മ ഫലങ്ങൾ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന്റെ അവസാനം വന്നു കഴിഞ്ഞു. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊട്ടാരത്തിൽ നിന്നുയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിണമിക്കും. മൃതദേഹങ്ങൾ അനവധിയായിരിക്കും. എല്ലായിടത്തും അവ ചിതറിക്കിടക്കും. എവിടെയും മൂകത. ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ, ഗോതമ്പ് വിൽക്കേണ്ടതിനും എഫ ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാബത്ത് കഴിയുന്നതെപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. യാക്കോബിന്റെ അഭിമാനമാണ് കർത്താവ് ശപഥം ചെയ്യുന്നു, അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല. ഇതു നിമിത്തം ഭൂമി ഇളകി മറിയുകയും ഭൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ? ദേശം മുഴുവൻ നൈൽ പോലെ പതഞ്ഞു പൊങ്ങും. ഈജിപ്തിലെ നൈൽ പോലെ ഇളകി മറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും. നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും. സകലരെയും ഞാൻ ചാക്കുടുപ്പിക്കും. എല്ലാ ശിരസും കഷണ്ടിയാക്കും. അത് ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയാകും. ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല. കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്കു വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. ദാനിന്റെ ദൈവമാണ്, ബേർഷബയുടെ മാർഗമാണ് എന്നു പറഞ്ഞ് സമരിയായിലെ അഷിമാ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലം പതിക്കും. അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല.